നമസ്കാരം. അവൻ്റെ ജോലിയിൽ തിരക്കിലാവുക, സ്വയം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ എന്താണ് ഗുണം? മറ്റുള്ളവരെ വിമർശിക്കാൻ നിനക്ക് സമയം ലഭിക്കില്ല. അങ്ങനെ നീ നന്നാവും. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനുള്ള പ്രത്യേക കഴിവ് മനുഷ്യർക്ക് ജന്മസിദ്ധമാണ്. അല്ലെങ്കിൽ മുന്നിൽ കാണുന്നവരെയൊക്കെ വിമർശിക്കുക എന്നതാവും സ്ഥിരം കലാപരിപാടി. ചില ആളുകൾ അതിന് തന്നെ ഉടുത്തൊരുങ്ങി വരുന്നവരായിരിക്കും. അത് പള്ളിയിലായാലും പള്ളിക്കൂടത്തിലായാലും അമ്പലത്തിലായാലും ജോലിസ്ഥലത്തായാലും മറ്റ് പൊതു ഇടങ്ങളിലായാലും ഇങ്ങനെയുള്ള മനുഷ്യരെ നമ്മൾ നിരന്തരം കണ്ടുമുട്ടാറില്ലേ? മറ്റുള്ളവരെ വിമർശിക്കാതിരിക്കുകയോ അവരുടെ കുറ്റങ്ങൾ കണ്ടെത്തി പറയാതിരിക്കുകയോ ചെയ്ത് സ്വയം അഭിമാനമാകാൻ നിങ്ങൾ ശ്രമിക്കുക. അതുകൊണ്ട് എപ്പോഴും താങ്കളുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ സജീവമാകാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതാണ് ആരോഗ്യത്തിനും ശരീരത്തിനും നല്ലത്. സ്വയം വിമർശിക്കുക, സ്വയം നവീകരിക്കുക. നമ്മുടെ ബലഹീനതകളും പോരായ്മകളും കണ്ടെത്തി നമ്മൾ തന്നെ നമ്മളെ നവീകരിച്ച് നോക്കിക്കോളൂ. അപ്പോൾ മറ്റുള്ളവർ വിമർശിക്കാനോ കുറ്റപ്പെടുത്താനോ നമുക്ക് തോന്നുകയുമില്ല, നമുക്ക് അതിനുള്ള സമയം കിട്ടുകയുമില്ല. അപ്പോൾ അവരും നന്നാവും, നമ്മളും നന്നാവും. അലസമായി ഇരിക്കുമ്പോഴും അലസമായി പ്രവർത്തിക്കുമ്പോഴുമാണ് മറ്റുള്ളവരെ വിമർശിക്കാനും കുറ്റം പറയാനും കുറ്റം കണ്ടുപിടിക്കാനും ഒക്കെ നമുക്ക് സമയം ലഭിക്കുന്നത്. ആ കാര്യം മറക്കരുത്. അതുകൊണ്ട് മുഴുവൻ സമയവും സജീവമായിരിക്കാൻ ശ്രമിക്കുക. ശുഭദിനം.